അപ്രതീക്ഷിതമായ അട്ടിമറിയാണോ തിരുവനന്തപുരം നഗരസഭയിൽ നടക്കാൻ പോകുന്നത്? അങ്ങനെ കരുതാമോ ഈ ലോക് പോൾ സർവേ വിലയിരുത്തുമ്പോൾ? നമ്മളിപ്പോൾ ലോക് പോൾ സർവേ നമ്മൾ ഒരു വിശകലനം ചെയ്തു. ലോക് പോൾ സർവേയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയെടുത്ത ചില കാര്യങ്ങൾ പറയാം. അപ്രതീക്ഷിതമായ ഒരു അട്ടിമറി തിരുവനന്തപുരം നഗരസഭയിൽ നടക്കാൻ പോകുന്നുണ്ട്. കാരണം കഴിഞ്ഞ തവണ 51 സീറ്റോളം, അതായത് കേവല ഭൂരിപക്ഷം തന്നെ നേടി LDF അധികാരത്തിൽ വന്ന ഭരണം പിടിച്ച ഒരു കോർപ്പറേഷനാണ് തിരുവനന്തപുരം. അവിടെ മറ്റൊരു തരത്തിലുള്ള ഒരു ഫലം ഇപ്രാവശ്യം ഉണ്ടാകും. ഒരു തൂക്കുസഭ നിലവിൽ വന്നാൽ പോലും അതിശയിക്കേണ്ട ഒരു സാഹചര്യമില്ല. കാരണം അത്രമേൽ ശക്തമായ ഒരു മത്സരം ഇക്കുറി അവിടെ നടക്കുന്നുണ്ട്. പതിവിൽ നിന്ന് മാറിയുള്ള ഒരു മത്സര സാഹചര്യം തന്നെയാണ് അവിടെയുള്ളത്. തിരുവനന്തപുരം അതിന് സാക്ഷ്യം വഹിക്കുന്നു. ഒരു ത്രികോണ മത്സരത്തിനാണ് തിരുവനന്തപുരം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. കാരണം അതിന് ഒരുപാട് ഘടകങ്ങളുണ്ട്. തിരുവനന്തപുരത്തെ ഇടതിന്റെ സ്ഥാനാർത്ഥി നിർണയം, അതോടൊപ്പം ശബരിമല സ്വർണ്ണ കവർച്ചാ കേസ്, വിലക്കയറ്റം, തിരുവനന്തപുരം കോർപ്പറേഷനിലെ അടിസ്ഥാന വികസന പ്രശ്നങ്ങൾ, ഇവയെല്ലാം ഇടതിനെതിരെ ചർച്ചയാകാൻ പോവുകയാണ്. കോൺഗ്രസിന് പ്രശ്നങ്ങളില്ല എന്നല്ല, കോൺഗ്രസിന് ഏറ്റവും വലിയ ഒരു തലവേദന രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ബലാത്സംഗം കേസാണ്. ഇതിനെ ഏത് രീതിയിൽ പ്രതിരോധിക്കണമെന്ന് കോൺഗ്രസിന് ഇപ്പോഴും കാര്യമായ ഒരു ധാരണ കിട്ടിയിട്ടില്ല. നടപടി എടുത്തു എന്നത് ശരി തന്നെ. അതായത് ആരോപണം വന്നപ്പോൾ തന്നെ പാർട്ടി അംഗത്വത്തിൽ നിന്ന്, പാർലമെന്ററി പാർട്ടിയിൽ നിന്ന്, അതേപോലെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് എല്ലാം കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ നീക്കിയിരുന്നു. അതൊരു പ്ലസ് പോയിന്റ് തന്നെയാണ് കോൺഗ്രസിന്. പക്ഷേ അപ്പോഴും പാർട്ടിയിൽ ചിലരെങ്കിലും രാഹുലിനെ പിന്തുണയ്ക്കുന്നുണ്ട് എന്നത് പാർട്ടി പ്രതിരോധിച്ച് നിൽക്കേണ്ട ഒരു ഘടകം തന്നെയാണ്.